നമ്മൾ കിണറ്റിൽ നമ്മൾ എന്താ അതിനൊക്കെ ഫുഡൊന്നല്ല കൊടുക്കല്, സാധാരണ ചോറോ നമ്മളെ വീട്ടിലെന്താ വെച്ചാൽ അതാണ് കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ചലഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ആദിലിൻ്റെ വീട്ടിലാണുള്ളത്. അതിലെ വീട്ടിൽ കിണർ പണിയിലാണ്. ഇതിലൊരു പെരിച്ചായി ചാടിയപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടി അതിൽ കിണറ്റിൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം അതിൽ കിണറ്റിലിറങ്ങി പെരിച്ചായിയൊക്കെ പിടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അതിനുശേഷം വീണ്ടും കിണർ നന്നാക്കാൻ വേണ്ടി നിൽക്കുന്ന രംഗമാണ്. അപ്പോൾ നമ്മൾ അതിലൊരു സ്പെഷ്യൽ മീനുണ്ട്. ആ മീനിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതുകൊണ്ടോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിലേക്ക് വെറുതെ ഇട്ട മീനായിരുന്നു. നമ്മുടെ അതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുന്ന മീനാണ്. അപ്പോൾ ഇതിലെ വെള്ളം ഇന്ന് വറ്റിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം. ഇത് വലിപ്പല്ല മാത്രം. റെഡ് ബില്ലി 3 വർഷമായിട്ട് ഇട്ടതാണ്. 6 മാസം കൊണ്ട് ഉണ്ടാകണല്ലോ. അതിലെ 6 മാസം കൊണ്ട് ഉണ്ടാകണം. ഇത്ര ചെറിയ റേറ്റ് ഒക്കെ ഉള്ളൂ. ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിയ? അന്ന് 15 രൂപയ്ക്ക് വാങ്ങിയ. അന്ന് ഇതെന്താ സംഭവം? ഒന്നിനോ ജോഡിക്കോ? അല്ല, അന്ന് ഒന്നിനോ ജോഡിക്കോ ഓർമ്മല്ല. ഇത് ഇത്രയും നല്ലത് ഇതിലേറെ വലുതാവും. അത് സാധാ വളർത്തുമീനാണ്. അപ്പോൾ ഒരു 6 മാസമൊക്കെ മതി ഇതിന് എന്താ വലുതാക്കാൻ. ചെറിയ ബോണ്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കിണറ്റിൽ നമ്മൾ എന്താ അതിനൊക്കെ ഫുഡൊന്നല്ല കൊടുക്കല്, സാധാരണ ചോറോ നമ്മളെ വീട്ടിലെന്താ വെച്ചാൽ അതാണ് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും വെയിറ്റ്? ഇപ്പോൾ ഒരു ഇതന്നെ ഉണ്ടാവും, ഒരു 600-700 ഒക്കെ ഉണ്ടാവും. പിടിച്ചാൽ അറിയില്ല, ഏതായാലും 700 അവിടെയൊക്കെ ഉണ്ടാവും. കാരണം പല്ലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ മിസ്റ്റർ ചലഞ്ചിലെ പുതിയ വീഡിയോ അല്ലേ? സംഭവം എന്താ, പെരിച്ചായി ചാടിയപ്പോൾ അതിനെ പിടിച്ചാൻ വേണ്ടി ഇറങ്ങിയാണല്ലോ. വെള്ളം വെച്ചിട്ട് അപ്പോൾ ഏതായാലും പിടിച്ചെന്ന് മാത്രം. പിന്നെ കിണറൊന്നും നന്നായി. അപ്പോൾ ഇന്ന് മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു. മീൻ പിടിച്ചു, ഇനി അങ്ങോട്ട് തന്നെ ഇറക്കി വെക്കൂട്ടോ. അപ്പോൾ 3 വർഷമായിട്ടുള്ള മീൻ നിങ്ങൾ കണ്ടു ഫ്രണ്ട്സ്. ഇതാണ് ആദിലിൻ്റെ വീട്. പല ആളുകളും വീഡിയോയിൽ ചോദിച്ചിരുന്നു വീടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വീട് ഇതാണ്. എൻ്റെ ഉമ്മാൻ്റെ വീടും അതുപോലെ തന്നെ ആദിലിൻ്റെ വീടും ഒക്കെ ഒന്ന്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, വിശേഷങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം, എന്താണെന്നുള്ളത് നോക്കാം. ഉണ്ടോ? ഇതൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. 3 മുയൽക്കുട്ടികൾ ഇവിടെ 3 ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ടൊന്ന്. ഈ കൂടൊക്കെ അതിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ സഹപ്രവർത്തകരാണ്. ഓക്കെ, ഉണ്ടോ? നമ്മളെ കുക്കുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ പെങ്ങളെ മോനാണ് കുക്കു. ഇതെന്താ കുക്കു? മുയല? ഇതാരുതാ? കാക്കു. കാക്കു എന്നാണ് അതിലിനെ വിളിക്കൽ അല്ലേ? കാക്കു എന്നാ ഈ വിളിക്കല്? അതിൽ കാക്കാനാ?
ഇനിയുണ്ട് വിശേഷങ്ങൾ ഫ്രണ്ട്സ്. കണ്ടോ, ഇനി അടുത്ത വിശേഷങ്ങൾ ഇതവിടെ നല്ല ഫിഷ് ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മീനുകളുണ്ട്, പക്ഷെ വല പൊക്കി കാണിക്കാൻ കഴിയൂല. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. ഇനിയുണ്ട് ഒരു ഫിഷ് ടാങ്ക് കൂടെ ഉണ്ട്, കാണിച്ചു തരാം. എവിടെ? 2 കുഴിയുണ്ടോ? അതൊന്ന് കാണിച്ചു തന്നാ. കുക്കൻ ആയിക്കോട്ടെ ഇന്നത്തെ. എവിടെ? ഇതാ മീന്. ഇതിലെന്തല്ലേ? കുഞ്ഞു മീനുണ്ടോ? ഇതിലോ? അതിലെന്തല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഇതൊക്കെ അതിൻ്റെ മീൻ വളർത്തുകൾ. അപ്പോൾ സംഭവം പറയുകയാണെങ്കിൽ അതിലിപ്പോൾ കിണറ്റിലുള്ളത്. ഈ സമയത്ത് ഞാൻ വല്ല വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം അതിന് കാണിച്ചു കൊടുക്കാം. എവിടെ? അതിൽ മീനുണ്ടോ? അത് കാണിച്ചെന്നാ. ഈ മുയലിന് തീറ്റ കൊടുക്കണ്ടോ? ആരാ മുയലിന് തീറ്റ കൊടുക്കല്? എത്ര മുയലുണ്ട് ഇവിടെ? കൊറേ. അങ്ങോട്ട് വാ. ഇതെന്താ സംഭവം? ഇതെന്താ? മുയലിന്റെ തീറ്റ. എന്നാ മുയലിന് കൊടുക്ക്. എന്നാ പാത്രക്കട്ടെ. എന്നാ ഈ പാത്രമാണോ? ഏത്? ഇതോ? അത് ശരിയാ, ഞാൻ മൂടിയേക്കാം. ഓക്കെ, മൂടി വെച്ചിട്ടുണ്ട്. അത് മതി. ഈ തീറ്റ കൊടുക്ക്. കൊടുക്കല്ലേ? എങ്ങനെ കൊടുക്കല്? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തൊക്കെ ചെയ്യണ്ടേ? ഇനി ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുക്കാം കേട്ടോ. മതി. അടുത്ത തള്ളി കൊടുക്കാം. നമ്മുടെ കിണർ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഫിഷൊക്കെ ഇവിടെ റെഡി അല്ലേ? നീ കിട്ടല്ലേ? ഇത് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കി നമ്മളെ മാസ്റ്റർ പീസ് വ്ളോഗിൽ ചെയ്താലോ? ഉണ്ടല്ലേ? എന്തായാലും വളർത്തി മീൻ വളർത്തി തന്നെ പോട്ടെ. അതുമ്പോൾ നമ്മളെ കിണറൊക്കെ വൃത്തിയായി നോക്കണ്ടേ? അടിപൊളിയായി. കിണറിലെ മണ്ണൊക്കെ കോരി. ഇന്നത്തെ സൺഡേ ഫുള്ള് വർക്കിലാണ്. അങ്ങനെ നമ്മുടെ മീനുകൾ വീണ്ടും കിണറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഔട്ട്ഡോർ വെച്ച് തന്നെ പറഞ്ഞോ. ഔട്ട്ഡോർ അല്ലേ? ഔട്ട്ഡോർ പറയും.
അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം. മൊയിലിൻ്റെ അടുത്താണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.